ഹലോ ബഡീസ്, വെൽക്കം ടു മൂവി മലയാളി. ഇന്ന് നമ്മൾ ഗസ് ഹു ഐ ആം എന്ന ഡ്രാമയുടെ 18ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്കും കമന്റും ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മൂവി മലയാളി എന്ന പേജ് ഫോളോയും കൂടെ ചെയ്യേണ്ടതാണ്. ഇനി ഈ ഡ്രാമ തീരാൻ വേണ്ടിയിട്ട് വെറും 6 എപ്പിസോഡും കൂടിയുള്ളൂ. കുറച്ച് ത്രില്ലിങ്ങും റൊമാൻസും എല്ലാം കൂടി ഇനി കുറച്ച് കൂടുകയുള്ളൂ. ഇനി എപ്പിസോഡിന്റെ തുടക്കത്തിലാണെങ്കിലോ നമ്മുടെ ജി ആണെങ്കിൽ ആ ഡോക്യുമെന്റ് നോക്കി അന്ന് ആ വർഷം ആർക്കാണ് കിട്ടിയെന്ന് കണ്ടുപിടിക്കുകയാണ്. നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ അത് ചെയർമാന്റെ തന്നെയാണ്. അങ്ങനെ അവരുടെ ഡൗട്ട് കൺഫേം ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ കാർ പാർക്കിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പെണ്ണാണെങ്കിലോ പറയാതെ വന്നിട്ട് അവനെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പറയും, നമ്മൾ എത്ര നാളായ ഒരു ഡേറ്റിങ്ങിനൊക്കെ പോയിട്ട്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഈവനിങ് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനെ കൊണ്ടുപോവുകയാണ്. അവരെത്തുന്നത് ബീച്ചിലേക്കായിരിക്കും. അവൻ്റെ ഇങ്ങനെ കണ്ണൊക്കെ പൊത്തിയിട്ടാണ് സോങ് കൊണ്ടുവരുന്നത്. എന്തോ സർപ്രൈസ് ഉണ്ട്. എന്നിട്ടാണെങ്കിലും നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോകും. അവനിങ്ങനെ കുറേ നേരം കണ്ണടിച്ച് നിന്നിട്ട് ഇവളുടെ ഒരു അനക്കം കേൾക്കാതാകുമ്പോഴത്തേക്ക് സോങ് 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. പിന്നെ കുറേ കേട്ട് അവള് പറയണ ആ കണ്ണ് തുറന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ദൂരേന്ന് വിളിച്ചു പറയണം. നോക്കുമ്പോ എന്നാ ഇവൻ കണ്ണ് തുറന്നതും നല്ല ഫയർ വർക്കൊക്കെ ഇതായിട്ട് ഭയങ്കര പടക്കമൊക്കെ പൊട്ടുകയാണ്. ഇവൻ ആദ്യം പേടിക്കുന്നുണ്ട്. ഇവനിട്ട് പഴയ ഓർമ്മകളൊക്കെ വന്നിട്ട് ഇവൻ ആകെ ടെൻസ്ഡ് ആവണം. അപ്പത്തേക്ക് നമ്മുടെ പെണ്ണ് പറയുന്നുണ്ട്, പേടിക്കണ്ട ജി, നീ എന്നെ തന്നെ ഓർക്ക, എന്നെ തന്നെ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവനാണെങ്കിലോ അവളുടെ ബാക്കിൽ ആ പോകുന്ന ആ ഫയർ ഒന്നും നോക്കാതെ തന്നെ അവളെ തന്നെ ഫോക്കസ് ചെയ്യണം. അപ്പൊ അവനാണെങ്കിലോ പണ്ടൊക്കെ ഫയർ കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളായിരിക്കും പേടിക്കുക. പക്ഷെ ആണെങ്കിലോ ഇപ്പൊ അവളെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. ഇവനാണെങ്കിൽ സോങ്ങിനോട് ഇത്രയും വിശ്വാസം തോന്നാൻ കാരണം അന്ന് ബേസ്മെന്റിലുള്ള ഫയർ ആക്സിഡന്റിലാണെങ്കിലും ഇവള് നന്നായിട്ടാണ് ഹെൽപ്പ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അന്ന് പ്രോഗ്രാമിനാണെങ്കിലും ആ തീ കൊണ്ടുള്ള ആ ഇനാഗ്രേഷൻ ആണെങ്കിൽ അവള് വന്നത് കൊണ്ട് മാത്രമാണ് അവൻ അത്രയും നേരമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ആ കിഡ്നാപ്പേഴ്സ് കൊണ്ടുപോയപ്പോഴും ആ കണ്ടെയ്നർ വെച്ചുണ്ടായപ്പോഴും ഇവള് തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. ജിയുടെ ജീവിതത്തിലേക്ക് സോങ് വന്നേ പിന്നെ അവന് നല്ല മാറ്റങ്ങളാണ് ഉള്ളത്. ഇപ്പൊ തന്നെ അവന് തീയോടുള്ള പേടി ഇപ്പൊ കുറഞ്ഞു തുടങ്ങി. ഇനി പയ്യെ 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 മാറിക്കോളൂ. അങ്ങനെ ആ ഹാപ്പി മൊമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പെണ്ണ് പിറ്റേ ദിവസം അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഫ്ലവറൊക്കെ മാറ്റിയിട്ട് പുതിയ ഫ്ലവറൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും സോങ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നൊരു സൗണ്ട് കേൾക്കും. അവളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എന്നാ അവളുടെ അമ്മയാണ് വിളിക്കുന്നത്. അയ്യോ, അവൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അവൾ ഓടി ചെന്നിട്ട് ഇങ്ങനെ അമ്മയോട് അമ്മ തന്നെയാണോ ഈ മിണ്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവളങ്ങനെ കോരി തരിക്കണോ. നമ്മളും ധരിച്ചു പോകും. കാരണം ഇത്രയും വർഷമായിട്ട് കോമയിൽ കിടക്കുന്നതല്ലേ, ഭയങ്കര ഒരു മാറ്റമല്ല അമ്മയ്ക്ക് ഉണ്ടായത്. അവൾ എന്നിട്ട് ആ സന്തോഷത്തിൽ അപ്പം തന്നെ നേഴ്സിനെയും ഡോക്ടറിനെയും ഒക്കെ ഇങ്ങനെ മാറി മാറി വിളിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേരെല്ലാവരും കൂടെ അമ്മേനെ കാണാൻ വേണ്ടി വരികയാണ്. ജിയ ഉണ്ട് കേട്ടോ. അമ്മ ഇപ്പൊ നല്ല ബെറ്റർ ആയിരിക്കുകയാണ്. നല്ല മണി പോലെയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിലും നമ്മുടെ കണ്ണടി ചെറുക്കനെയും അതുപോലെ തന്നെ ഷെന്നിനെയും അറിയാം. ജീനെ കണ്ടിട്ട് മനസ്സിലാവാതെ അമ്മ ഇങ്ങനെ ചോദിക്കാണ്, ഇതാരും എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന്. അപ്പൊ തന്നെ നമ്മൾ ഷെൻ പറയാണ്, ഇതാരാന്ന്, നമ്മുടെ സോങ്ങിന്റെ ഭർത്താവാന്ന്. അപ്പൊ അവളാണെങ്കിലോ അങ്ങനെ പറയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പത്തേക്ക് ഷെൻ പറയാം, അതെന്താ പറഞ്ഞു, നിങ്ങൾ ലീഗലി കല്യാണം കഴിച്ചവരല്ലേ, പിന്നെന്താ കുഴപ്പം. എന്നിട്ട് നമ്മുടെ ജി ആകട്ടെ ക്യുൻ എന്ന് അവന്റെ പേര് പറയുന്നതിന് പകരം ജി ആണ് എന്ന് പറയുകയാണ്. നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ ജീനെ നേരത്തെ അറിയാലോ, കാരണം ചെറുപ്പം തൊട്ട് കാണുന്നതല്ലേ. എന്നിട്ടാണ് ജീനോട് കുറേ സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ സോങ്ങിന് അത് അത്ര വലിയ താല്പര്യമായിട്ടല്ല തോന്നുന്നത്. അവളുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം എല്ലാവരും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ അടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നതോ അമ്മേനെയാണെങ്കിൽ നമ്മുടെ ജിയ ആണെങ്കിൽ ഇങ്ങനെ വീൽ ചെയറിൽ അവിടുത്തെ ഗാർഡനിൽ ഇങ്ങനെ കൊണ്ടുപോകായിരിക്കും. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് അമ്മ ഇങ്ങനെ പറയാണ്, എൻ്റെ മോള് ഭയങ്കരമായിട്ട് ഓരോന്ന് അനുഭവിച്ചു, ചെറുപ്പത്തിലെല്ലാം ഞാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ജി പറയും, അമ്മ ഇങ്ങനെ വിഷമിക്കരുത്, അമ്മ ഇങ്ങനെ പറയുന്ന പോലെ ഒന്നുമല്ല, നമ്മൾ വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ, അമ്മ കാരണമൊന്നും അല്ലല്ലോ ഈ ആക്സിഡന്റ് ഉണ്ടായത്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അമ്മ പറയും, നീ എപ്പോഴും എൻ്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടാവണം, അവൾ ഇത്രയും കാലം വിഷമിച്ചു, പക്ഷെ ഇനി അവളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു ക്രിസ്മസ് ഈവന്റ് ആണ്. അവിടെ ഫുൾ അലങ്കരിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട്. എന്ത് രസമല്ല ഇതൊക്കെ കാണാൻ. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ക്രിസ്മസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴാണെങ്കിലോ തിരക്കൊക്കെ ആയ പിന്നെ അങ്ങനെ ഒരു ആഘോഷമൊന്നുമില്ല. പണ്ടൊക്കെയാണ് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വരും. എനിക്ക് പണ്ട് നല്ല പേടിയായിരുന്നു കേട്ടോ ക്രിസ്മസ് അപ്പൂപ്പൻ. നിങ്ങൾക്കും പേടിയുണ്ടായിരുന്നോ? നിങ്ങൾ ക്രിസ്മസ് അനുഭവത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. എന്നിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അനിയും കുട്ടനും അങ്ങോട്ട് വരികയാണ് കുറേ ഗിഫ്റ്റൊക്കെ ആയിട്ട്. എന്നിട്ട് പിള്ളേർക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അവനാണെങ്കിൽ ആ ഷോപ്പിലോട്ട് കയറി. ആ സമയത്താണെങ്കിലോ നമ്മുടെ ഷെന്നും സോങ്ങും ഒക്കെ കൂടി അവിടെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴാണ് അവൻ കയറി വരുന്നത്. എന്നിട്ടാണെങ്കിലോ അവൻ്റെ സഞ്ചി കൊണ്ടിട്ട് കയറാനും പറ്റുന്നില്ല. അവനിങ്ങനെ വരച്ച് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവനെ ആരും ഉന്തി വിടുകയാണ്. നോക്കുമ്പോൾ തന്നെ നമ്മുടെ ജിയാണ്.
അങ്ങനെ അവരെല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആരുടെ ഒരാളുടെ കുറവില്ല ഇതില്. അതെ, നമ്മുടെ സീഡയാണ്. അവളാണെങ്കിലോ ഓഫീസിലെ വർക്ക് കൊണ്ടാണ് വരാതിരുന്നത്. അതിന്റെ സങ്കടം നമ്മുടെ കണ്ണടി ചെറുക്കന്റെ മുഖത്ത് തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ആനയും കൂടെ നോക്കുമ്പോ നമ്മുടെ ജിയാങ്കും ഷെന്നും കൂടി പരസ്പരം ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് ഒരുമിച്ച് ഷെയർ ചെയ്ത് ഫുഡ് കഴിക്കുന്നു. അതുപോലെ തന്നെ സോങ്ങും ചെയ്യും ഷെയർ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ കപ്പിൾസ് ഇങ്ങനെ കാണിക്കുമ്പോൾ അവൻ എന്തായാലും സങ്കടം വരില്ലേ. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണടി ചെറുക്കനുള്ളൂ. പിന്നെ അവനായിട്ട് മഷ്റൂം ഒക്കെ തിന്നെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ കപ്പിൾസിനെ പോലെ ആക്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ചെറുക്കന് പിന്നെ ഒട്ടും സഹിക്കുന്നില്ല. അവനാണെങ്കിലോ ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എവിടേക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മുടെ അനിയൻകുട്ടൻ ഇങ്ങനെ വിളിച്ചു പോവാണ്, എടാ നീ പോവല്ലേടാ, നീ എന്റെ ബോയ് ഫ്രണ്ടാ, പോവല്ലേ, എന്നോട് ഒറ്റയ്ക്കാക്കി പോവല്ലേ എന്നൊക്കെ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സി ആണെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോഴോ മറ്റേ നന്നായിട്ട് സ്നോ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിലോ ഇവളിങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കണ്ണാടി ചെറുക്കനെ കാണുന്നത്. അവനാണെങ്കിൽ ഇവൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ. എന്നിട്ടൊരു ബലൂൺ പോലത്തെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ല രസമല്ല ഇത് കാണാൻ, എനിക്കിത് ഭയങ്കര ഇഷ്ടം വാങ്ങണമെന്ന്. അത് കഴിഞ്ഞിട്ടോ ഇങ്ങനെ അവനത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. അതിൻ്റെ ഡ്രിങ്ക്സ് ഒക്കെ അടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ പോവാണ്. എന്നിട്ടാണെങ്കിൽ ഇവൻ ഇങ്ങനെ കൈ പിടിക്കണമെന്നുണ്ട്, പക്ഷെ പേടി കാരണം അവനത് പേടിക്കൊന്നുമില്ല. ഇതേ സമയം നമ്മുടെ പിള്ളേരാണെങ്കിൽ ചുറ്റും വട്ടം കൂടി ഓടി പാട്ടൊക്കെ പാടി നന്നായിട്ട് എൻജോയ്മെന്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇല്ലേ അനിയൻകുട്ടനാണെങ്കിൽ സോഫയുടെ മണ്ടയിലൊക്കെ കയറിയിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് നമ്മുടെ സോങ്ങിന് കലാപരിപാടി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് നമ്മുടെ പെണ്ണാകെ ക്ഷീണിച്ച് വരികയാണ്. എന്നിട്ട് തന്നെ അവർ പോകാൻ വേണ്ടി തുടങ്ങണം. ഒട്ടും വയ്യ അവൾക്ക് നടക്കാൻ. എന്നിട്ട് അവളാണെങ്കിലോ ജിയുടെ ഷോൾഡർ തന്നെ ഇങ്ങനെ കിടക്കുക, എനിക്ക് പറ്റില്ല, എനിക്ക് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പത്തേക്കും നമ്മുടെ ജിയാണെങ്കിലോ അവളെ ഇങ്ങനെ തൂക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ നടന്ന് കൊണ്ടുപോവുകയാണ്. എന്നിട്ടാണെങ്കിലോ ഇങ്ങനെ കണ്ണു പൊത്തിയിട്ട് അവളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. എന്താന്നല്ലേ സർപ്രൈസ്? ഇതാണ് സർപ്രൈസ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തേലും ഓർമ്മ വരുന്നുണ്ടോ? അതെ, അന്നാല്ലേ കിഡ്നാപ്പേഴ്സ് കൊണ്ടുപോകാൻ നേരത്ത് അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇവള്. അത് അവനാണെങ്കിൽ ഒരു വലിയതായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് ക്യൂട്ടായല്ലേ, ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട്. എന്നിട്ടാണെങ്കിലോ അവളാണെങ്കിൽ അവനോട് പറയോ ഇതെങ്ങനെ നീ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അങ്ങ് ആകാംക്ഷയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവരാണെങ്കിൽ ആ ക്രിസ്റ്റൽ ബോളിൽ കയറുകയാണ്. ക്രിസ്റ്റൽ ബോളല്ലാട്ടോ, ഇപ്പൊ സ്നോ മൊത്തം വീണാതൊരു സ്നോ ബോൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുക്കനാണെങ്കിലോ അവന്റെ ഇഷ്ടം തുറന്നു പറയാണ്. നമ്മുടെ പെണ്ണിനാണെങ്കിലും അത് കേൾക്കേണ്ട താമസമല്ലേ ഉള്ളൂ. ആ സമയത്താണെങ്കിലോ അവൻ ചെയ്ത അത്രയും കാര്യങ്ങൾ അവളിങ്ങനെ ഓർക്കുകയാണ്. ഓരോ സമയത്ത് വന്ന് രക്ഷിച്ചതും സ്നേഹിച്ചതും കെയർ ചെയ്തതും അങ്ങനെ എല്ലാം ഓർക്കുകയാണ്. എന്നിട്ടാണെങ്കിലും നമ്മുടെ പെണ്ണ് ആ സ്നേഹത്തോടെ ആ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കിസ് ചെയ്യുകയാണ്. അതങ്ങനെ കുറേ നേരം കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങളും കണ്ടോട്ടോ. എന്നിട്ടോ റൂമിൽ വന്നു കഴിഞ്ഞിട്ട്, റൂമിലല്ലാട്ടോ, നമ്മുടെ ആ താഴെ ഹാളില് വന്നു കഴിഞ്ഞിട്ട് തന്നെ ഇത് തന്നെയാണ്. എന്നിട്ടോ സ്റ്റെപ്പൊക്കെ കയറിപ്പോയിട്ട് അയ്യോ സീനാണ് മോനെ. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴോ നമ്മുടെ വേറൊരു സ്ഥലത്താണെങ്കിലും ജിയാങ്കും ഷെന്നും കൂടി എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ആകെ ക്ഷീണിച്ച് വലഞ്ഞ് ഉറങ്ങുകയാണ്. അത് സോഫയിലാട്ടോ. അപ്പുറം തന്നെയായിട്ട് നമ്മുടെ അനിയൻകുട്ടനാണെങ്കിലോ അവനൊരു ക്ഷീണമില്ല, ഇങ്ങനെ ഇപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആരുമില്ല, എന്നാലും ഒറ്റയ്ക്ക് തന്നെ ഭയങ്കര ആസ്വദിച്ച് പാടുകയാണ്. ഇവന്റെ കാര്യം പറഞ്ഞ കഷ്ടല്ലേ. ചില സമയത്ത് നമുക്ക് ഇല്ലേ എന്തേലും ചെയ്യുമെന്നൊക്കെ തോന്നും, പക്ഷെ എന്നെ ചെയ്യുന്നത് മൊത്തം പൊട്ടത്തരാണ്. പക്ഷെ ആർക്കെങ്കിലും എന്തേലും വന്നാ അപ്പൊ നമ്മുടെ ചെക്കൻ കാണും. എന്തായാലും ബാക്കി നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മുടെ കൂട്ടുകാരെല്ലാരും വീഡിയോ കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അടുത്ത എപ്പിസോഡുമായി കാണാം. ബൈ.